ടോബി ചേട്ടൻ എന്ന പേഴ്സൺ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറിലാണ്. പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ഇടപഴകുന്നത്, പുള്ളി ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്നുള്ള ഏതൊരു ഫീലിങ്സും നമുക്ക് എവിടെയും കിട്ടില്ല. ഒരു ചേട്ടൻ ആ ഒരു വൈബിലാണ് പുള്ളി വർക്ക് ചെയ്യുക. ഞാൻ മാസ്റ്ററിലാണ് തുടങ്ങിയത്. അപ്പോൾ മാസ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് അവിടെയാണെങ്കിലും കോളേജിൽ സിൽവ മാസ്റ്റർ കൂടെ സ്റ്റണ്ട് ചെയ്യാൻ പറ്റി. മലയാളത്തിലേക്ക് ഞാൻ ആദ്യം സിനിമ സെറ്റ് എന്ന് വെച്ച് കാണുന്നത് മലർവാടി ആർട്സ് ക്ലബ്ബാണ്. വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ചേരൻ സാറ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി ആ സീൻ എന്താ നോക്കി പുള്ളി അവിടെ ഇരിക്കും. പുള്ളി ആരോടും അധികം സംസാരിക്കത്തില്ല. ഫഹദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്. വിജയ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഉണ്ട്. നേരിട്ട് കാണുന്ന സമയത്ത് ചില ആർട്ടിസ്റ്റ് ഭയങ്കര സട്ടിലായിട്ട് ചെയ്യുന്നു. അതായത് ഒന്നുമില്ലല്ലോ ഇതെന്താണെന്ന് തോന്നും. ബട്ട് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഒരു എഡിറ്റിൻ്റെ കൂടെ നോക്കുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡബിങ് ചെയ്യുന്ന സമയത്ത് റീക്രിയേറ്റ് ചെയ്ത് ആ സീനിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുക എന്നൊരു കാര്യമുണ്ട്. ബട്ട് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അവർ ചെയ്തു വെച്ച സീനിനെ തന്നെ വീണ്ടും അവരൊന്നുകൂടെ എലവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അത് അവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ ഞാൻ വീണ്ടും ഡബിങ് സ്റ്റുഡിയോയിൽ പോയി. അവിടെ തന്നെ കിടപ്പായി. എൻ്റെ അടുത്ത് ഡയറക്ടർ ചോദിച്ചു, നീ എന്താ ഇവിടെ പണിയെല്ലാം തുടങ്ങിയോ? നമുക്കൊരു സെറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ ചിലപ്പോൾ പുതിയതായിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. പേയ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ അവർ നോക്കുവോ, എങ്ങനെ കംഫർട്ട് സോണിൽ വെക്കുവോ, നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് കുറേ സെറ്റിൽ വരാറുണ്ട്. പക്ഷെ നരിവേട്ടയിൽ ഞാൻ പോയി ഇതെല്ലാം ബ്രേക്ക് ആയ ഒരു സെറ്റായിരുന്നു നരിവേട്ട. ഈ ഒരു ക്യാരക്ടർ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത് റിജക്റ്റ് ആയി പോയ ക്യാരക്ടറാണ്. അവരെന്നോട് പറയുന്നുണ്ട്, ഇത് ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത് പോയ ക്യാരക്ടറാട്ടോ, അപ്പം നിങ്ങളതിന് ചെയ്തിട്ട് പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറയുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ പോകുന്നത്. പിന്നെ വേടൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് എല്ലാ മക്കളെയും സ്നേഹിക്കുന്ന, മക്കളെ എന്ന് വിളിക്കുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു പേഴ്സണായിരുന്നു. സിനിമാ ഭ്രാന്തനിൽ നിന്ന് കൂടെ ഉള്ളത് പ്രണവാണ്. പ്രണവ്, വെൽക്കം ടു സിനിമാ ഭ്രാന്തൻ. നമുക്ക് എല്ലാവർക്കും അറിയാം നരിവേട്ടയാണ് ഏറ്റവും പുതിയ വിശേഷം. പ്രണവിൻ്റെ മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ. കുറച്ചും കൂടെ ആദ്യ സിനിമയെക്കാളും കുറേ കൂടെ എക്സ്പോഷർ കിട്ടുന്ന, കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തുന്ന ഒരു ലാർജ് സ്കെയിലുള്ള ഒരു സിനിമ കൂടെയാണ് നരിവേട്ട. ഇപ്പം ഏറ്റവും അടുത്ത ദിവസം തന്നെ റിലീസാണ്. സോ എത്രത്തോളം ഉണ്ട് ഒരു എക്സൈറ്റ്മെന്റ് ലെവൽ ചോദിച്ചു കഴിഞ്ഞാൽ? എക്സൈറ്റ്മെന്റ് ലെവൽ എപ്പോഴും എല്ലാവരും ചോദിക്കുന്നതിനാണ് എക്സൈറ്റ്മെന്റ് ലെവൽ എങ്ങനെയുണ്ടെന്ന്. സോ ഞാനും നിങ്ങളിരിക്കുന്ന പോലെ തന്നെയാണ്. ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ വർക്ക് ചെയ്തതിനപ്പുറം നമ്മൾ തിയേറ്ററിലെ ആ ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതിനുവേണ്ടി തന്നെയാണല്ലോ എല്ലാ ആർട്ടിസ്റ്റും വെയിറ്റ് ചെയ്യുക. സോ ഞാനും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റിംഗ് ഫോർ 23rd. ഇതിപ്പം അടിച്ചമർത്തപ്പെട്ട കുറേ പേരുടെ ഒരു കഥ പറയുന്ന ഒരു സിനിമയാണ് നരിവേട്ട. ഒരുപാട് ഇപ്പോൾ പ്രസ് മീറ്റിലും പലയിടത്തായിട്ടും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മുത്തങ്ങ സമരവും അതുപോലെ തന്നെ കുറേ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതിലെ ഒരു സമൂഹത്തിൻ്റെ അതിൽ ലീഡ് ചെയ്യുന്ന ഒരാളായി ഒരു ക്യാരക്ടറാണ് പ്രണവ് ചെയ്യുന്നത്. സോ ഒരു ക്യാരക്ടറിനെ പറ്റി ഇപ്പം എത്രത്തോളം ഒന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്. കാരണം നമ്മളതിൽ കാണിച്ചിരിക്കുന്ന ഒരു വിധത്തിലും ആ ഒരു ഭൂസമരങ്ങളിലും ആ ഒരു റെഫറൻസുകളെല്ലാം വെച്ചുകൊണ്ട് ഇത് മുത്തങ്ങ സമരമാണ് അല്ലെങ്കിൽ ചങ്ങറ സമരമാണ് എന്ന് പലർക്കും ഒരു ഡൗട്ടിലാണ് ചോദിക്കുന്നത്. കാരണം അവർക്ക് സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും അത് ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. ബട്ട് നമ്മൾ പ്രധാനമായിട്ടും കാണിച്ചേക്കുന്നത് ഇതുപോലെയുള്ള പച്ചയായ മനുഷ്യരുടെ ആ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ കുറേ സ്ഥലത്ത് നിന്ന്, അതായത് ആ സമയങ്ങളിൽ തന്നെ 2002, 2003 കാലഘട്ടങ്ങളിൽ തന്നെ ഭൂസമരത്തിന് വേണ്ടി കുറേ സ്ഥലങ്ങളിലായിട്ട് നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല പുറത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ നമുക്കിതൊന്നും അറിഞ്ഞിട്ടില്ല. യൂട്യൂബിലും കുറച്ച് റെഫറൻസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ ആളുകളിലേക്ക് അതെങ്ങനെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൊണ്ട് നമ്മൾ ചില ഇൻസിഡൻസിൽ നിന്ന് കുറച്ചായിട്ട് എടുത്തിട്ടാണ് ഇത് ഈ ക്യാരക്ടറിലേക്ക് വർക്ക്ഔട്ട് ചെയ്തത്. ആക്ച്വലി ടോബി ചേട്ടൻ്റെ ക്യാരക്ടർ, വർഗീസ് പീറ്റർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു പോലീസുകാരനാണ്. ആ പോലീസുകാരൻ്റെ ട്രാവലിൽ വരുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ പടം നമ്മൾ ഉദ്ദേശിച്ച് പറയുന്നത്. അല്ലാണ്ട് ഒരു ഡോക്യുമെന്റേഷൻ ഫിക്സിങ് അങ്ങനെയൊന്നും അല്ല. ഒരു കമേഴ്ഷ്യൽ എലമെൻ്റ് ഒക്കെ ഉള്ള ഒരു പവർ പാക്ഡ് ആയിട്ടുള്ള ഓഡിയൻസിനൊക്കെ എൻ്റർടൈൻ ആകാൻ പറ്റുന്ന രീതിയിൽ, പ്രൊഡ്യൂസേഴ്സിനും അത് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഉള്ളൊരു മൂവിയാണ് ആക്ച്വലി നരിവേട്ട. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ കാണുമ്പോഴത്തേക്കും മനസ്സിലാവും. പിന്നെ എൻ്റെ ക്യാരക്ടറും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെപ്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. ഞാൻ ഇതുവരെ ചെയ്തത് വെച്ച് എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നരിവേട്ട. അതിന് ഞാൻ ആദ്യം അനുരാജേട്ടനോട് നന്ദി പറയുന്നു. കാരണം പുള്ളിയാണ് എന്നെ ഇതിൽ ട്രസ്റ്റ് ചെയ്ത് ഇത് നീ എന്നെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ നീ ചെയ്തോ എന്ന് പറഞ്ഞ് ട്രസ്റ്റ് ചെയ്ത് തരിക. അതും ഇത്രയും വലിയ ഒരു സ്കെയിലുള്ളൊരു പടം നമ്മുടെ തോളിൽ നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ച് നോക്കിയതല്ല. ബട്ട് അത് കിട്ടി. അതിൻ്റെ കൂടെ നമുക്ക് ടോബി ചേട്ടനായാലും ചേരൻ സാറായാലും സുരാജേട്ടനായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ടെക്നീഷ്യൻസും മേക്കപ്പ് മാനും ഇതിൻ്റെ ടോട്ടൽ ക്രൂ. എനിക്കിതിൻ്റെ ഭംഗി, നരിവേട്ടയുടെ ഭംഗി എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ മാത്രം നിന്ന് ഹാർഡ് വർക്ക് ചെയ്ത് വരുന്നൊരു സാധനമല്ല.
മാത്രമല്ല, ഇപ്പം എല്ലാ ടെക്നീഷ്യൻസും നമ്മുടെ വർക്ക് നല്ല രീതിയിൽ വരണം എന്ന് വിചാരിച്ച് വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഔട്ട് കിട്ടും. അങ്ങനെ കിട്ടിയേക്കുന്നൊരു സാധനമാണ് നരിവേട്ട. സോ എൻ്റെ ക്യാരക്ടറിനോടും എനിക്ക് മച്ച് എക്സൈറ്റഡ് ആണ്. ഇപ്പം പറയുന്നതിനേക്കാളും നിങ്ങൾ കണ്ടിട്ട് കൂടുതൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും എൻ്റെ ഒരു ഫിക്ഷണൽ ക്യാരക്ടർ തന്നെയാണോ? അതെ, ഫിക്ഷണലാണ്. ഇതിൽ വരുന്ന ടോയ്ചേട്ടൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എൻ്റെ ക്യാരക്ടർ ആണെങ്കിലും എല്ലാ ക്യാരക്ടേഴ്സിലും ഒരു ഫിക്ഷണൽ ഉണ്ട്. ഫിക്ഷണൽ ഇല്ലാതെ നമുക്ക് പച്ചയായിട്ട് എടുത്ത് വെക്കാനുള്ള ഒരു ഇതില്ല. നമ്മളെ റെഫറൻസസ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് റെഫറൻസസ് വീഡിയോസും യൂട്യൂബിലും പിന്നെ കുറച്ച് ബുക്സും പരിപാടികളൊക്കെ നമ്മൾ വായിച്ചു നോക്കിയിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ നടന്നത്. ആക്ച്വലി 2003 പോകുന്ന സമയത്ത് നമ്മൾ അതിലൊരു പാളിച്ച വരുത്തരുത് എന്നുള്ള രീതിയിൽ കോസ്റ്റ്യൂംസ് തൊട്ട് അതിൽ വരുന്ന വെഹിക്കിൾസ് തൊട്ട് ലൊക്കേഷൻസ്, പിന്നെ ഇതിൽ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഗോത്ര വിഭാഗക്കാരുടെ ഒരു ലാംഗ്വേജ് ആണ്. അപ്പോൾ അത് നമുക്ക് ഞാൻ എവിടെയും കേട്ട് ശീലമില്ല, നമ്മൾ വായിച്ച ശീലമില്ല, ലിപിയില്ല അവർക്ക് സംസാരിക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിനെ ഹെൽപ്പ് ചെയ്തത് വയനാട്ടിലുള്ള ഒറിജിനലായിട്ടുള്ള ആ സമൂഹത്തിൽപ്പെട്ട കുറേ ജനങ്ങൾ തന്നെയാണ്. അതിൽ പ്രസാദ് എന്ന് പറയുന്ന ഒരു ചേട്ടനായിരുന്നു മെയിനായിട്ട് നമുക്ക് ഡയലോഗ്സ് ഒക്കെ അവിടെ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. സോ അങ്ങനെ എല്ലാവരും കൂടെ ഒരു 1000-1500 പേര് ഡെയിലി സെറ്റിൽ ഒരു 40-45 ദിവസം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന പറയുന്ന ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നമുക്കതിന് സിനിമ കണ്ടിട്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. ഇത് റിലീസിന് മുൻപായിട്ട് തന്നെ വയനാട്ടിൽ പോയി ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പോയി നിൽക്കുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇതിൽ വേറെയും കുറേ ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുന്ന സമയത്ത് മനസ്സിലാകാൻ പറ്റും. എനിക്ക് ഷൂട്ട് തുടങ്ങുന്നതിന് ഒരു 3 വീക്സ് മുമ്പേ തന്നെ വരാൻ പറഞ്ഞിരുന്നു. കാരണം കുറച്ച് ട്രെയിനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലാംഗ്വേജിൻ്റെ ആയാലും പിന്നെ കൂടെ അഭിനയിച്ച ഒരാളുണ്ട്, അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പുള്ളിക്കാരൻ്റെ കൂടെ ഒരു കമ്പനി ആകാൻ, പുള്ളി ഇടപഴകാൻ, അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട് ഞാനൊരു 3 വീക്സ് മുമ്പേ പോയി. പിന്നെ ഡെയിലി എനിക്ക് ഡിറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഒരു മീറ്റിങ്ങും പരിപാടികളൊക്കെ ഉണ്ടാകും. എങ്ങനെ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള രീതിയിലുള്ള മീറ്റിങ്സും പരിപാടികളും അങ്ങനെയുള്ള കുറേ കാര്യം. പിന്നെ അവിടെ എനിക്ക് ഞങ്ങളെ കൊണ്ടുപോയി അവർ ജീവിക്കുന്ന ഗ്രാമത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ പറ്റി. പോയിട്ട് കുറേ കാര്യങ്ങൾ അവരുടെ അടുത്ത് നിന്ന് ഗ്യാദർ ചെയ്യാൻ പറ്റി. പിന്നെ കുറേ കാര്യങ്ങൾ അവർ തന്നെയാണ്, അവരാണ് ഈ സിനിമ. നമുക്കൊന്നും ഇതിൽ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് വന്നു എന്നൊന്നുമില്ല. സ്പോട്ടിൽ നമ്മൾ പോവുക, പരിപാടികളൊക്കെ പിടിക്കുക, അങ്ങനൊരു വൈബായിരുന്നു. രസമുണ്ടായിരുന്നു. നമുക്ക് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഈ പ്രണവിൻ്റെ ക്യാരക്ടർ പോലീസ് സ്റ്റേഷനിലെ കുറച്ച് സീനുണ്ട്, കുറച്ച് എന്തൊരു ഫൈറ്റ് സീൻ പോലെ, ലൈക്ക് അവർ ഇങ്ങോട്ട് ഫൈറ്റ് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് സീനുണ്ട്. അതുപോലെ തന്നെ മറ്റേ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള മറ്റേ ഒരു അമ്പ് പോലത്തെ ഒരു സാധനം എറിയുന്ന സാധനങ്ങളുണ്ട്. സോ ഒരു ഫൈറ്റിൻ്റെ ഇതിന് മുന്നേ ഉള്ള സിനിമകളിൽ ഫൈറ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. മാക്സിമം തല്ലുകൊണ്ടിട്ടുണ്ട് എല്ലാ സിനിമയിലും. കാരണം എനിക്ക് നെഗറ്റീവ് ഷെയ്ഡ്സും കുറച്ച് റോ ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ പിടിക്കണം എന്നുള്ള പരിപാടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഒരു ഫേസ് സ്ട്രക്ചറിനും ഞാൻ എൻ്റെ പ്രൊഫൈൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രീതിക്കും എനിക്ക് അതുപോലുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് കൂടുതൽ കിട്ടുമായിരുന്നു. ഇപ്പം ഞാൻ മാസ്റ്ററിലാണ് തുടങ്ങിയത്. അപ്പോൾ മാസ്റ്ററിൽ തുടങ്ങുന്ന സമയത്ത് അവിടെയാണെങ്കിലും കോളേജിൽ സിൽവ മാസ്റ്റർ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ ശേഷം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ ക്യൂവിൻ്റെ റീമേക്കിൽ ഒരു തമിഴ് സിനിമ ചെയ്തു. അത് ഹർഭജൻ സിംഗ് ആയിരുന്നു, പുള്ളിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പറ്റി. അതിനുശേഷം വീരപ്പൻ്റെ വെബ് സീരീസ് ചെയ്തു. അതിലും കുറേ ഗണ്ണും പരിപാടികളൊക്കെ ആയിരുന്നു. സൂപ്പർ സിന്ധിക്കിലെ വില്ലനായിരുന്നു. അതിലും ഫൈറ്റ് തന്നെയാണ്, ഇതിലും ഫൈറ്റ് തന്നെയാണ്. ഇതിൽ വരുമ്പോഴത്തേക്കിന് ഇത് ഫൈറ്റിന്റെ ഒരു രീതി മാറുന്നുണ്ട്. തീർച്ചയായിട്ടും കഥയോട് കൂടെ ആ ഒരു പോയിന്റിൽ ഈ ഒരു സ്ട്രഗിൾ നമുക്ക് ആവശ്യമാണ് എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഫൈറ്റ്സ് ആണ്. അല്ലാണ്ട് മാസ് പരിപാടി അങ്ങനെയുള്ളതല്ല. റിയലിസ്റ്റിക് ആയിട്ട് അവരനുഭവിച്ച വേദനകളും അവരെ കൊണ്ട് പറ്റാതെ അവർ തിരിച്ച് അങ്ങോട്ട് ഇറങ്ങുമല്ലോ, ആ ഒരു മൊമെൻ്റൊക്കെയാണ് ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് ഫിനിക്സ് പ്രഭു മാസ്റ്റർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. കളയിലും ARM-ലൊക്കെ വർക്ക് ചെയ്ത മാസ്റ്ററാണ്. ടോയ്ചേട്ടൻ ഭയങ്കര കമ്പനിയുള്ള മാസ്റ്ററാണ്. സോ പുള്ളിക്കാരൻ്റെ കൂടെ ഞാൻ സൂപ്പർ വർക്ക് ചെയ്തായിരുന്നു. പുള്ളി ഇതിൽ വന്ന സമയത്ത് പ്രണവാണെന്ന് ചെയ്യുന്നത് അല്ലെങ്കിൽ ടോയ് ആണെന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ അവർക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് കിട്ടി. അങ്ങനെ വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്തു. വളരെ സെക്യൂർഡായിട്ട് നോക്കി നമ്മളെ. കുറേ പരിപാടിയുണ്ട് ഇതിൽ, കാണുമ്പോൾ മനസ്സിലാവും. ഇപ്പം ഇതിൽ ടൊവിനോയായിട്ടുള്ള ഒരുപാട് കോമ്പിനേഷൻ സീൻസ് ഉണ്ട്. ഇപ്പം ടൊവിനോ എന്നുള്ള ആക്ടറിനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ലൈക്ക് ഈ ഒരു കൈൻഡ് ഓഫ് മൂവീസ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കള എന്ന സിനിമയിൽ ഓപ്പോസിറ്റ് നിന്ന മൂർ എന്ന ആക്ടറിന് ടൊവിനോ തന്നെ കൊടുത്തിട്ടുള്ള ഒരുപാട് സ്പേസ്, അല്ലെ ആൾക്ക് വേണ്ട ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം നരിവേട്ടയിലേക്ക് വരുമ്പോൾ പ്രണവിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു ഓപ്പോസിറ്റ് ടൊവിനോ നിന്നപ്പോൾ? എനിക്ക് ആക്ച്വലി സിനിമയിലേക്ക് കാസ്റ്റ് ആവുന്നു, എനിക്ക് നരിവേട്ട തന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. എനിക്ക് ദൈവമായിട്ട് നേരിട്ട് കൊണ്ടുവന്നൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരു 12 years ആയിട്ടുള്ള എൻ്റെ ഒരു കഷ്ടപ്പാടിൽ നിന്ന് ഇങ്ങനെ ഒരു ക്യാരക്ടർ വരിക, അതും ടോയ്ചേട്ടനോട് ചെയ്യാൻ പറ്റുക. എൻ്റെ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് ടോയ്ചേട്ടൻ. സോ പുള്ളിക്കാരനോട് വർക്ക് ചെയ്യുക എന്ന് പറയുന്ന ഒരു മൊമെൻറ്റിൽ സന്തോഷപ്പെട്ടെങ്കിലും സെറ്റിൽ പോയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ഇതുണ്ടാവുമല്ലോ, പുള്ളിക്കാരൻ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ ഫസ്റ്റ് തന്നെ ഫൈറ്റ് ആക്കിയായിരുന്നു കമ്പോസ് ചെയ്ത്. സോ ഭയങ്കര ടെൻഷനായിരുന്നു. ബട്ട് ടോയ്ചേട്ടൻ എന്ന പേഴ്സൺ നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായി മാറുന്നത് പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടറിലാണ്.
പുള്ളിക്കാരൻ നമ്മുടെ അടുത്ത് ഇടപഴകുന്നത്, പുള്ളി ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്നുള്ള ഏതൊരു ഫീലിങ്സും നമുക്ക് എവിടെയും കിട്ടില്ല. നമ്മളൊരു ചേട്ടൻ ആ ഒരു വൈബിലാണ് പുള്ളി വർക്ക് ചെയ്യുക. പുള്ളി പറയുകയും ചെയ്യും, ഇത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാടാ, സംസാരിക്കും. നമ്മൾ ഒരുപാട് സംസാരിക്കും, ഇത് എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വർക്കൗട്ട് ആകും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് കുറേ ഹെൽപ്പ് ചെയ്ത്, ടെൻഷനില്ല. നമ്മളൊരു വളരെ കംഫർട്ട് സോണിൽ വെച്ചുകൊണ്ടാണ് ടോയ് ചേട്ടൻ ഈ ഒരു പരിപാടി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ടോയ് ചേട്ടൻ ഏത് ക്യാരക്ടർ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പുള്ളിക്ക് അതിൽ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഈ ക്യാരക്ടർ പുള്ളി എങ്ങനെ പുതിയതായിട്ട് ചെയ്യുക, അപ്പോൾ മരണമാസത്തിലാണെങ്കിൽ പോലും കുഞ്ഞൊരു പോർഷനിലേ വരുള്ളൂ, അത് പുള്ളിയുടെ എക്സൈറ്റ്മെൻ്റ് ആണെന്നാണ് പുള്ളി പറയുന്നത്. സോ ഇതിലും ഈ ക്യാരക്ടർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓപ്പോസിറ്റ് ഞാൻ പ്ലേ ചെയ്യുന്നതും വളരെ ഡെപ്ത് ആയിട്ടുള്ള ക്യാരക്ടറാണ്. സോ നമ്മളെ അവർ മിസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ അവർ ശ്രദ്ധിക്കാതെ നമ്മുടെ പോക്കിൽ വിട്ട് കഴിഞ്ഞാൽ അതൊരു മാതിരി വേറൊരു മൂഡായിരിക്കും. നമുക്ക് ആ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവില്ല എന്നൊക്കെ പറയില്ല. അതുപോലെ വളരെ കംഫർട്ട് സോണിൽ വെച്ച് വർക്ക് ചെയ്യാൻ പറ്റി. കുറേ സീക്വൻസ് എല്ലാം നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാൻ ടോയ്ചേട്ടൻ ചെയ്തതൊക്കെ എനിക്ക് അവിടെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പറയാം. ഇപ്പം ഈ 12 വർഷത്തെ ഒരു സ്ട്രഗിൾ പറഞ്ഞല്ലോ. അപ്പം എനിക്ക് തോന്നുന്നൊരു ഇൻ്റർവ്യൂലാണെന്ന് ഞാൻ കണ്ടത്, സ്റ്റാർട്ടിങ് ഈ പഠിച്ച് തുടങ്ങിയ സമയത്ത് അഭിനയം മനസ്സിലില്ലായിരുന്നു, പിന്നെ എന്തോ മനസ്സിലേക്ക് വന്നതാണ്. കറക്റ്റാണോ? ഞാൻ കേട്ടത് സത്യം തന്നെയാണ്? അല്ല, അങ്ങനെയല്ല. നമുക്കിപ്പോൾ കുഞ്ഞിലെ തൊട്ട് എന്തെങ്കിലുമൊക്കെ ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അതുപോലെ എനിക്ക് ചുറ്റും ഒരു 4 പേരുണ്ടെങ്കിൽ അവർ ചിരിപ്പിക്കലും അവർ എൻ്റർടൈൻ ചെയ്യലൊക്കെ ആയിരുന്നു പരിപാടി. അതങ്ങനെ വളർന്ന് ഒരു 10th 8th ഒക്കെ കാണുന്ന സമയത്ത് നമുക്ക് സ്കൂളിൽ ഡ്രാമാസൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഡ്രാമാസൊക്കെ ചെയ്തു. പിന്നെ +1 +2 സമയത്ത് കലോത്സവങ്ങൾക്കൊക്കെ പോകും. അതിൽ സ്റ്റേറ്റ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഡയറക്ടറോട് പോയി ഒരു വലിയ സിനിമയിൽ ഒരു ഭാഗമാകാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകുമ്പോൾ ഈ ക്ലീഷേ ഡയലോഗ്സ് ആയിട്ട് നമുക്ക് പോകുന്നത്, നമ്മൾ ചെയ്തത് നമുക്കറിയാൻ പറ്റും നമ്മൾ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ അവരോടത്ത് പോയിട്ട് ഞാൻ സ്കൂൾ ഡ്രാമയിൽ ചെയ്തു അല്ലെങ്കിൽ ഞാൻ സ്ട്രീറ്റ് ഡ്രാമാസ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാൾ അവർക്ക് പ്രൊഫൈലാണ് ആവശ്യം. സോ ഞാൻ ആ പ്രൊഫൈലിലേക്കുള്ളൊരു തേടലിലായിരുന്നു ഇത്രയും ഇതായിട്ട്. സോ അങ്ങനെ ഫസ്റ്റ് മാസ്റ്റർ കിട്ടി. ഫൈനലി അതിലൂടെ കുറേ ട്രാവൽ ചെയ്തു. ഇപ്പോൾ മലയാളത്തിൽ ഇവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. മലയാളി ആയിരുന്നിട്ടും ആദ്യത്തെ സിനിമ തമിഴായിരുന്നു ഡെബ്യൂ ഫിലിം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കഷ്ടപ്പെട്ടെന്നെല്ലാം ആഗ്രഹിച്ചതിൻ്റെ ഒരു റിസൾട്ട് നരിവേട്ടയിലൂടെ കിട്ടുന്നതെന്ന് തന്നെ തോന്നുന്നുണ്ടോ? യെസ്, തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ബാക്കപ്പ് ഒന്നും ഇല്ലാതെ നമ്മളൊരു സിനിമയിലേക്ക് ഇതുപോലെയുള്ള വലിയൊരു വൈഡായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. സോ അതിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഏത് രീതിയിൽ നമ്മളവിടെ എത്തിപ്പെടും അല്ലെങ്കിൽ ആര് നമ്മളെ സഹായിക്കും ഒന്നും അറിയില്ല. പക്ഷെ നമുക്ക് നമ്മളൊരു വിശ്വാസം ഉണ്ടാവും, പോയിക്കോ നോക്കാം എന്നുള്ളൊരു ആ ഒരു മൂഡ് വെച്ച് തന്നെയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. പിന്നെ വീട്ടിലും വളരെ കുഞ്ഞു സർക്കിളുള്ള ഒരാളാണ് ഞാൻ. വളരെ കുറഞ്ഞ ഫ്രണ്ട്സ്, വീട്ടിൽ മമ്മി ഡാഡി അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ പിടിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ വീട്ടിലെനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തത് തന്നെ മമ്മി തന്നെയാണ്. പിന്നെ കുഞ്ഞു ഫ്രണ്ട്സും കുറച്ചുള്ള ആ ഒരു സർക്കിളിലുള്ള ഫ്രണ്ട്സൊക്കെ സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് എപ്പോഴും ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും, നമ്മൾ വന്ന് ഈ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിന് കാരണം നമ്മളെപ്പോലെയുള്ള വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ഒരു വൈബ് തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മളെ കൊണ്ട് എത്താൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് തിരിഞ്ഞു പോകുന്നവർ ഒരുപാട് പേരുണ്ടാകും. കാരണം അവരുടെ സിറ്റുവേഷൻസും ഇതൊക്കെ കാരണം. സോ ഞാനിവിടെ എത്തുന്നതിൽ അവരും ജയിച്ച പോലെ എനിക്കൊരു ഫീലാണ്. സോ ഹാപ്പിയാണ്. ഇപ്പം പേരൻസിനെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്, ലൈക്ക് പ്രണവ് ആക്ച്വലി എന്തായിരുന്നു, എവിടെയാണ് സ്ഥലം, ഇതൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഞാൻ ആക്ച്വലി എൻ്റെ മമ്മി കൊച്ചിനാണ്, ഞാനും കൊച്ചിൻ ബോണാണ്. പിന്നെ എൻ്റെ ഡാഡിയുടെ വീട് പാലക്കാടാണ്. സോ ഞങ്ങൾ ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് പാലക്കാടായിരുന്നു. പിന്നെ ഞാൻ പഠിച്ചത് കോയമ്പത്തൂരാണ്. മലയാളത്തിലേക്ക് ഞാൻ ആദ്യം സിനിമ സെറ്റ് എന്ന് വെച്ച് കാണുന്നത് മലർവാടി ആർട്സ് ക്ലബ്ബാണ്. വിനീത് ശ്രീനിവാസൻ ചേട്ടൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ പോക്കിരാജയും എനിക്ക് അടുത്ത് തന്നെ വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ ഇതിലൊക്കെ ക്രൗഡാണ്. എങ്ങനെ ക്യാമറയുടെ മുമ്പിലേക്ക് എത്തിപ്പെടും, അവിടെ വലിയ ആർട്ടിസ്റ്റ് പെർഫോം ചെയ്തത് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നു, നമ്മളെപ്പോൾ അവരുടെ കൂടെ പെർഫോം ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്കൊരു ഫ്രെയിം എപ്പോൾ വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കൊതിച്ചിട്ടുള്ള ദിവസങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ ഒരു ഐഡിയയും കിട്ടുന്നില്ല എങ്ങനെ ഇത് അവിടേക്ക് എത്തുന്നുള്ളത്. അപ്പോഴാണ് വിചാരിച്ചത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ കിട്ടും എന്നുള്ളത് തോന്നി. അങ്ങനെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുത്തു. കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തു. ഒരു 25-30 ഷോർട്ട് ഫിലിംസ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്, പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ്. അതെല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അങ്ങനെ ഫസ്റ്റ് മൂവി തന്നെ എനിക്ക് മാസ്റ്ററിൽ വർക്ക് ചെയ്യാൻ പറ്റി. മാസ്റ്ററിലാണ് ആദ്യമായിട്ട് ഞാൻ എൻ്റെ മുഖം സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ അതിൽ എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞ് എൻ്റെ സർക്കിളിലുള്ളവരും കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വിജയ് സാറെ പോലെയുള്ളൊരു പടം എല്ലാവരും കാണുമല്ലോ, അതിൽ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതിലൊരു സന്തോഷം. എങ്കിലും നമുക്കൊരു ഡയലോഗൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, കിട്ടിയത് കട്ടായിപ്പോയി. അപ്പോൾ പിന്നെ രണ്ടാമത്തെ പടം തന്നെ വീണ്ടും ലോകേഷ് സാറ് വിളിച്ച് ഇതുപോലൊരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിൽ വിക്രമിൽ ആ ഒരു ക്യാരക്ടറാണ് എനിക്കൊരു നെയിം തന്നത്. അത് എവിടെ പോയി കഴിഞ്ഞാലും വിക്രമിന് ചെയ്ത ആളല്ലേ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം
മലയാളത്തിലേക്ക് പതുക്കെ കിട്ടി. വിക്രമിൽ ഞാൻ വർക്ക് ചെയ്ത എൻ്റെ ഒരു അസോസിയേറ്റ് ഉണ്ട്, പുള്ളിക്കാരനാണ് എന്നെ റെഫർ ചെയ്യുന്നത് മലയാളത്തിലേക്ക്. അപ്പോൾ അവർക്കറിയില്ല ഞാൻ മലയാളിയാണ്, ഞാൻ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഞാൻ മാക്സിമം ചെന്നൈ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ സൂപ്പർ സിന്ധിക്കിലെ മീറ്റിംഗ് കിട്ടി. ഞങ്ങളോട് അവരോട് സംസാരിക്കുമ്പോഴാണ് അറിയുന്നത് ഞാൻ മലയാളിയാണ്. പിന്നെ അത് വർക്ക് ചെയ്ത് അതിൻ്റെ പ്രൊഫൈലൊക്കെ കണ്ടിട്ടാണ് എനിക്ക് മേ ബി നരിവേട്ട കിട്ടാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് താല്പര്യം. പക്ഷേ ഷോർട്ട് ഫിലിംസ് ഒരു 30ഓളം ഷോർട്ട് ഫിലിംസ് ചെയ്തു. അതിൽ പല വെറൈറ്റീസ് ഓഫ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടല്ലോ, കോമഡി ക്യാരക്ടേഴ്സ്. പിന്നെയും ഇപ്പൊ സിനിമയിൽ ഇപ്പൊ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ എന്നുള്ള രീതിയിലേക്ക് തന്നെ പ്രണവ് എത്തിയിരിക്കുകയാണ്. ഇനിയും അങ്ങനെ ഒരു ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അതും എക്സ്പ്ലോർ ചെയ്യണം താല്പര്യമുണ്ടോ? എങ്ങനെ ഷോർട്ട് ഫിലിംസിലേക്കോ? അല്ല, സിനിമ തന്നെ കുറച്ചും കൂടെ ഒരു റൊമാൻറ്റിക് അല്ല ഒരു കോമഡി ക്യാരക്ടേഴ്സ് അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ അത് എക്സ്പ്ലോർ ചെയ്യണം താല്പര്യം. തീർച്ചയായിട്ടും ഒരു ആക്ടർ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാ ക്യാരക്ടറും ചെയ്യണമെന്ന് എപ്പോഴും ആഗ്രഹം ഉണ്ടാവും. പക്ഷേ എൻ്റെ ഉള്ളിലുള്ള തോന്നലാണോ എന്താണെന്നുള്ളത് അറിയില്ല. എനിക്ക് ഇപ്പോൾ ഒരു നെസ്ലിനെ പോലെ ഒരു ഹീറോ ആയിട്ട് എനിക്ക് ഫസ്റ്റ് ഇൻട്രോ കൊടുത്തു കഴിഞ്ഞാൽ അത് ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മളങ്ങനെ വിളിക്കുമോ എന്നൊക്കെ എനിക്ക് ഉള്ളിൽ തോന്നാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു രൂപം വെച്ച് നമുക്ക് വിനായക ചേട്ടനെ പോലെയുള്ള ഒരു പരിപാടിയൊക്കെ പിടിച്ചു പോകുക എന്നുള്ളത് എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ഉള്ളൊരു പരിപാടിയായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ റൊമാൻറ്റിക് ആയിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, ലവ് ഉണ്ടായിട്ടുണ്ട്, കണ്ണ് കാണാത്തവനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, ഡ്രൈവറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ബട്ട് സിനിമയിലേക്ക് വരുന്ന ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ എനിക്ക് ടിനു ചേട്ടൻ, ലിജോ ചേട്ടൻ, പിന്നെ അങ്ങനെ കുറച്ച് റോ കണ്ടന്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സെല്ലാം ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഒരു ടെൻഷനില്ല. ഇവർ നമ്മളെ വിളിച്ചാലും നമ്മുടെ പ്രൊഫൈൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ആൾക്കാരാണല്ലോ ആവശ്യം എന്ന് അവർ വിചാരിച്ചാലോ എന്നുള്ള ഒരു ഇതിലായിരിക്കും ഞാൻ റോ ആയിട്ടുള്ള പരിപാടികൾ പിടിച്ചത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ശേഷം മാറ്റിപ്പിടിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ മേ ബി ഇതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് മനസ്സിൽ കിടക്കുന്നതാണോ? അത് ലൈക്ക് ഇങ്ങനെയുള്ള കോംപ്ലക്ഷൻസ് ഒക്കെ എനിക്കത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിലും അത് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. ബട്ട് ഞാൻ വന്ന ടൈമിലാണെങ്കിലും ഞാൻ കേട്ട കഥകൾ, അതായത് നമ്മളെ മുമ്പിൽ നമ്മൾ ഓരോരുത്തർ പറഞ്ഞു തരുമല്ലോ. ഇപ്പോൾ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ വന്നു, ഞാൻ ഒരുപാട് ചാൻസസ് തപ്പിപ്പോയി, അല്ലെങ്കിൽ ഒരു ഡയറക്ടർ നോക്കുന്നത് ഏതുപോലെയുള്ളൊരു ഫേസാണ് എന്നൊക്കെ കേട്ട് ഞാൻ ഒരുപാട് കഥകളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണുന്ന സിനിമയിലൊക്കെ മാറ്റങ്ങൾ വരുന്നതും എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്, ഇതുപോലെയുള്ള പരിപാടികൾ വരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഫസ്റ്റ് തന്നെ ഞാനൊരു ചോക്ലേറ്റ് ബോയ് ആയിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൊമേഡിയനായിട്ടോ എനിക്ക് കയറി പറ്റണം എന്നുള്ളത് ഇൻസെക്യൂരിറ്റി ആണോ അല്ലെങ്കിൽ എനിക്ക് റസ്റ്റിക്ക് റാവ് ആയിട്ടുള്ള സാധനം തന്നെ ചെയ്യണം എന്നുള്ളൊരു കോൺഫിഡൻസ് ആണോ അതെന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. ബട്ട് എനിക്കിത് കുറച്ചും കൂടെ കംഫർട്ടബിൾ സോണായിരുന്നു. ഒന്ന് ഓപ്പണായി അഴിഞ്ഞാടി കളിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലുള്ളൊരു സോണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യാൻ കുറച്ചും കൂടെ നല്ലത് അതിനേക്കാളും. ഇപ്പം നരിവേട്ടയിലേക്ക് തന്നെ വരുമ്പം ഇതിൽ ചേരൻ എന്ന് പറയുന്ന ആക്ടർ, അദ്ദേഹത്തിനോടുള്ള ഒരു ഹിസ്റ്ററി ഞാൻ കേട്ടിരുന്നു. മുൻപ് കോളേജിൽ പഠിച്ചപ്പം ഒരു അവാർഡ് മേടിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ സിനിമയിലേക്ക് വന്നു കണ്ടു എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിനോടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേരൻ സാറ് ഭയങ്കര ഒരു സോണിൽ നിൽക്കുന്ന ആളാണ്. പെട്ടെന്ന് ഇടപഴകാനുള്ളൊരു ഇതൊക്കെ ഉണ്ടാകും. ഞാൻ സ്റ്റാർട്ടിങ് ഞാൻ വിചാരിച്ചത് സെറ്റിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തമിഴ് അറിയാം. സെറ്റിൽ ആർക്കും വലിയ രീതിയിൽ തമിഴൊന്നും പിടുത്തില്ല. അപ്പോൾ നമ്മൾ ചേരൻ സാറല്ലേ തമിഴിലൊക്കെ പറഞ്ഞ് ചേരൻ സാറിനെ ഒന്ന് കംഫർട്ട് സോണിലേക്ക് എത്തിക്കാമെന്നൊക്കെ വിചാരിച്ചാൽ പോയത്. പക്ഷേ ചേരൻ സാർ എന്നുള്ള ഒരു പുള്ളിക്കാരൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വേറെ മൂഡ് തന്നെയാണ്. കാരണം പുള്ളി ട്രാവൽ ചെയ്ത് വന്ന വിധവും പുള്ളി ചൂസ് ചെയ്തിരുന്ന സിനിമകളും, പുള്ളി ഡയറക്റ്റ് ചെയ്ത സിനിമകൾ കണ്ടിന്യൂസ് 8 ഫിലിംസ് എങ്ങാണ്ടും ഹിറ്റ് കൊടുത്തിട്ടുണ്ട് പുള്ളി. ഇപ്പോൾ ഓട്ടോഗ്രാഫ്, പാണ്ഡവർ ഭൂമി, വെട്രിക്കൊടുകിട്ട് എന്ന് പറഞ്ഞ കുറേ സിനിമകൾ പുള്ളി ചെയ്തിട്ടുണ്ട്. അതെല്ലാം കൾട്ട് ഫിലിംസാണ്. നമ്മൾ ടി വിയിൽ കണ്ടിട്ട് ഇതുപോലുള്ള സിനിമകളൊക്കെ ആരാ ചെയ്തതെന്ന് മനസ്സിലാകാത്തൊരു കാലങ്ങളിലാണ് ആ സിനിമകളൊക്കെ കാണുന്നത്. പിന്നെ നമ്മൾ വലുതായ ശേഷം നമ്മളതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇതെല്ലാം ചെയ്തേക്കുന്നത് ചേരൻ സാറാണെന്നുള്ളത്. പിന്നെ പുള്ളീൻ്റെ അഭിനയം എന്ന് പറയുന്നത് അത് വേറൊരു ട്രാക്കാണ്. അപ്പം മിഷ്കിൻ സാറിൻ്റെ പടത്തിൽ ഇപ്പോൾ പുള്ളി അഭിനയിച്ച ക്യാരക്ടേഴ്സ് എല്ലാം എനിക്ക് ഇപ്പോഴും കണ്ണടച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അങ്ങനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെയുള്ളൊരു പേഴ്സണിൻ്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സീരിയസ്ലി ഇറ്റ്സ് എ ബ്ലെസ്ഡ് തിങ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ ഒരു ഇത് കേട്ടല്ലോ, അവാർഡൊക്കെ മേടിച്ച ശേഷം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പുള്ളിയായിട്ടൊക്കെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ആൻഡ് പുള്ളീൻ്റെ സിനിമകൾ അതുപോലെ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ലോക്ക് ചെയ്യുന്ന സിനിമകളൊക്കെ ആയിരിക്കും പുള്ളി ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോയിട്ടൊരു ഫൈറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇതുപോലെ റോ പരിപാടി പിടിക്കാനൊന്നും അങ്ങോട്ട് പോകാൻ ഞാൻ മൈൻഡിൽ അങ്ങനെ വെച്ചിട്ടേ ഇല്ല. ബട്ട് നരിവേട്ട എന്ന ടോപ്പിക്കിലേക്ക് വരുന്ന സമയത്ത് ചേരൻ സാറാണ് അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മൾ ഓരോ ദിവസം വർക്ക് ചെയ്യും തോറുമാണ്
പുള്ളിക്കാരന് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി വിക്രമിന് ചെയ്താന്നുള്ളതൊക്കെ മനസ്സിലായി. നീ എങ്ങനെ അവിടെ നിന്ന് ഇവിടെ വന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഞാൻ അപ്പോൾ ഇതുപോലെ കോയമ്പത്തൂരാണ് സാർ പഠിച്ചത്, ഞാൻ സാറിന് ഓൾറെഡി കണ്ടിട്ടുണ്ടെന്നുള്ള കഥകളൊക്കെ പറഞ്ഞു. നല്ലപോലെ തമിഴ് സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കമ്പനിയായി. പിന്നെ ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് എപ്പോഴും ഇങ്ങനെ റിപ്പൽ ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ സെറ്റാവൂല എന്ന് ഉള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഞാനും ടോയ് ചേട്ടനൊക്കെ ചിലപ്പോൾ സംസാരിച്ച് കൂളായി നിൽക്കും, എല്ലാ കഥകളൊക്കെ പറയും, ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മൂഡിലേക്ക് പോകും. പക്ഷേ ചേരൻ സാറ് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പുള്ളി ആ സീൻ എന്താ നോക്കി പുള്ളി അവിടെ ഇരിക്കും. പുള്ളി ആരോടും അധികം സംസാരിക്കത്തില്ല. അപ്പോൾ ഞാൻ രാവിലെയൊക്കെ വന്നിട്ട് ഫുഡ് കഴിച്ചോ സാർ, ഓക്കെ ആണോ സാർ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പുള്ളി ഒരുമാതിരി ഇങ്ങനെ നോക്കും. അപ്പം ഞാൻ സീനാണോ എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പോകാറുണ്ട്. പിന്നെ നമ്മൾ ഒരുമിച്ച് പെർഫോം ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളി കംഫർട്ടായിട്ട് നമ്മളെ നോക്കാറുണ്ട്. ഞാനൊരു ദിവസം പുറത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ചേരൻ സാർ ഓപ്പോസിറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി അതൊക്കെ സംസാരിച്ചു. അപ്പോൾ ചേരൻ സാർ പറഞ്ഞു നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്. ഞാനത് സെറ്റ് ചെയ്യുന്നത് പറയാൻ പറ്റിയില്ല, കാരണം നമ്മൾ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെയാണ്. ഇഫ് സപ്പോസ് ഞാൻ സെറ്റിൽ നിന്നോട് സംസാരിക്കുന്നത് നമ്മൾ കുറച്ചുകൂടെ ക്ലോസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ അത് ബാധിക്കും. അത് ഡയറക്ടറിൻ്റെ കണ്ണിലൂടെ കാണുന്ന സമയത്ത് പുള്ളിക്കാരനൊരു വിഷമം ഉണ്ടാകും. കാരണം പുള്ളിയുടെ ക്യാരക്ടേഴ്സ് എപ്പോഴും ക്യാരക്ടേഴ്സായിട്ടാണല്ലോ കാണുക. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു രണ്ടുപേര് കൂളായി സംസാരിക്കുന്നു, ഇടപഴകുന്നു എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കേട്ടോ, ചേരൻ സാറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂലാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെറ്റിലൊന്നും സംസാരിക്കാത്തത്. എനിക്ക് ഭയങ്കര പ്രിപ്പയറിങ് മൈൻഡാണ്. സോ ഞാൻ എന്തെങ്കിലുമൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി നീ നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട്, തമിഴിലേക്ക് നമുക്ക് ചെന്നൈയിൽ വീണ്ടും കാണാം, പുള്ളി ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരുപാട് സന്തോഷമുള്ള ഒരു പരിപാടി തന്നെയാണ്. പിന്നെ എനിക്ക് മാജിക്കലായിട്ട് തോന്നിയത് നമുക്ക് അഭിനയിക്കുന്ന സമയത്ത് പുള്ളിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, നമുക്ക് ഒരുപാട് ലേൺ ചെയ്യാൻ പറ്റും. പുള്ളി നേരിട്ട് അഭിനയിക്കുന്നതും സ്ക്രീനിൽ കാണുന്നതും വേറെ വേറെ. എനിക്ക് ഫഹദ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഇതേ സംഭവം ഉണ്ടായിട്ടുണ്ട്, വിജയ് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഉണ്ട്. നേരിട്ട് കാണുന്ന സമയത്ത് ചില ആർട്ടിസ്റ്റ് ഭയങ്കര സട്ടിലായിട്ട് ചെയ്യുന്നു, അതായത് ഒന്നുമില്ലല്ലോ ഇതെന്താണെന്ന് തോന്നും. ബട്ട് നമുക്ക് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഒരു എഡിറ്റിൻ്റെ കൂടെ നോക്കുന്ന സമയത്ത് ആ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ ചെയ്തത് എന്നുള്ളത്. സോ അങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി, ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി. ഇന്നും മനസ്സിലങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരുപാട് ഗോൾഡൻ മെമ്മറീസ് തന്നിട്ടാണ് ചേരൻ സാർ പോയത്. ഇപ്പോഴും കോൺടാക്റ്റിലുണ്ട്, വിളിക്കാൻ പറയും. അങ്ങനെയുള്ളൊരു നല്ല മനുഷ്യനാണ്. ഗൂസ് വന്നത് കേട്ടപ്പോൾ. ഞാൻ നേരത്തെ ഇപ്പം രജനീകാന്ത് സാറിന്റെ ഇങ്ങനെ കേട്ടുള്ളതാണ്, ഫ്രെയിമിൽ എങ്ങനെ കൈ വരണം എന്ന് വരെ ഇദ്ദേഹത്തിന് അറിയാം. അത്ര പഠിച്ചിട്ടുണ്ട്. ഇവൻ സിനിമയാണല്ലോ, ഒരു ഫ്രെയിമിംഗ് ആണല്ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് സീനിയർ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം നമ്മളെപ്പോലുള്ളവർക്കും അത് വലിയൊരു എക്സ്പീരിയൻസ് ആണ്. തീർച്ചയായിട്ടും കിട്ടും. അത് അഭിനയിക്കുമ്പോൾ മാത്രമല്ല, എനിക്കിപ്പോൾ സെറ്റിൽ വന്നിട്ട് നമുക്കൊരു ഡയലോഗ് തന്നു, നമ്മളത് പ്രിപ്പയർ ചെയ്തു, ആക്ഷനിൽ നമ്മളൊരു വിഷയം ചെയ്തിട്ട് പോകും. ആ ഒരു പമ്പിൽ നമുക്കൊരു സാധനം വരും. ആ സാധനം നമ്മൾ റീക്രിയേറ്റ് ചെയ്യണം. മറ്റേ ഡബ്ബിങ്ങിൽ ചെയ്യുന്ന സമയത്ത് റീക്രിയേറ്റ് ചെയ്ത് ആ സീനിനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആക്കുക എന്നൊരു കാര്യമുണ്ട്. ബട്ട് ഇതിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സീനിയർ ആക്ടേഴ്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അതിൽ അവർ ചെയ്തു വെച്ച സീനിനെ തന്നെ വീണ്ടും അവരൊന്നുകൂടെ എലവേറ്റ് ചെയ്യുക എന്നുള്ളൊരു കാര്യമുണ്ട്. അതവരെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് അറിയാൻ ഞാൻ വീണ്ടും ഡബ്ബിങ് സ്റ്റുഡിയോയിൽ പോയി അവിടെ തന്നെ കിടപ്പായി. എൻ്റെ അടുത്ത് ഡയറക്ടർ ചോദിച്ചു, നീ എന്താ ഇവിടെ പണിയല്ലോ എന്ന് തുടങ്ങിയോ? അപ്പോൾ എനിക്ക് ഇപ്പോൾ ടോയ് ചേട്ടനെന്ന് ഡബ്ബിങ് ഉണ്ടോ, അല്ലെങ്കിൽ ചേരൻ സാറിനുണ്ടോ, അല്ലെങ്കിൽ സുരാജ് ചേട്ടനെന്നുണ്ടോ എന്ന് ചോദിച്ച് ഞാൻ അസോസിയേറ്റ്സിനെ ഫോളോ ചെയ്ത് ഞാൻ അവിടെ പോയി ഇങ്ങനെ ഇരിക്കും, അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഓരോ ഡയലോഗ്സ് പറയുന്നതല്ലാതെ ഒരു മൂളലും ചെറിയൊരു തലയാട്ടലും അതിനുള്ള തിങ്സ് ഒക്കെ കൊടുക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എനിക്കറിയില്ല ചില കാര്യങ്ങളൊന്നും എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഞാൻ ഒരു ഫ്ലോയിൽ അങ്ങനെ ചെയ്യും. ബട്ട് എങ്കിലും ഞാൻ കുഞ്ഞു കുഞ്ഞു ഡൗട്ട്സ് ഒക്കെ ഞാൻ ചോദിക്കും, അല്ലെങ്കിൽ കറക്ഷൻ വരുന്ന സമയത്ത് നമുക്ക് പറഞ്ഞു തരും. ബട്ട് ഇതുപോലെയുള്ള ആർട്ടിസ്റ്റ് ഇപ്പോൾ ലാലേട്ടനും മമ്മൂക്കയൊക്കെ മാജിക്കലായിട്ട് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് എന്ന് നമുക്ക് നേരിട്ട് കാണുന്ന സമയത്താണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ ലെജൻസ് ജഗതി ശ്രീകുമാർ സാറ് അവരൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്, സലീം കുമാർ സാറ്, അല്ലെങ്കിൽ തമിഴിൽ വടിവേൽ സാറ്, ഇവരൊക്കെ നമുക്ക് അഭിനയിക്കുന്നതിനപ്പുറം ഈ ഡബ്ബിംഗ് എന്ന് പറയുന്ന സ്റ്റുഡിയോയിലുള്ള ഒരു മാജിക് നടക്കുന്നുണ്ട്. അതും എനിക്ക് വളരെ വളരെ ക്ലോസ് ടു ഹാർട്ടായിരുന്നു. ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു സ്കെയിലിൽ ഒരു പടം ചെയ്തിട്ട് ഇവരുടെ കൂടെ ഡബ്ബിംഗ് വരെ ട്രാവൽ ചെയ്തു, ഡബ്ബിങ്ങിന് ശേഷമുള്ള ട്രാവൽ, ഇതൊക്കെ എനിക്ക് ഇപ്പോഴും ഞാൻ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനങ്ങൾ തന്നെയാണ്. സോ അതുപോലെയുള്ള ലെജൻസിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തതും അവരുടെ ഈ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഒരു ബുക്ക് പോലെ എഴുതി വെക്കാൻ എന്നും സാധിക്കുമെന്നുള്ളത് തന്നെയാണ്. നരിവേട്ട ആക്ച്വലി ഡബ്ബിംഗ് ആയിരുന്നു ഇതിൽ. ഞാൻ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ സിംഗ് സൗണ്ട് ആണെന്നാണ് വിചാരിച്ചത്. അല്ല, സിംഗ് സൗണ്ട് അല്ല. സിംഗ് സൗണ്ട് നമുക്ക് ഒരിക്കലും അത് ചെയ്യാൻ പറ്റില്ല. കാരണം 1500 പേരുണ്ടാവും. 1500 പേര് അവിടെ ഉണ്ടാവും. ഇതൊരു കാട്ടിലാണ്.
ഭയങ്കര ഹെക്റ്റിക്കാണ് ആ ഒരു ഷൂട്ട് ചെയ്യണ സമയം. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ റിലാക്സ് ആയിരുന്നു എങ്കിലും ചിലപ്പോൾ ആന വരും, ചിലപ്പോൾ പുലി വരും, ചിലപ്പോൾ കടുവ വരും. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ വണ്ടികളോ ലൈറ്റ് സൗണ്ടോ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കപ്പോൾ സിങ് സൗണ്ട് ചെയ്യാനുള്ള ഒരു ഇത് ഉണ്ടായിരുന്നില്ല അവിടെ. ബട്ട് ഡബിങ്ങിലേക്ക് അതിന് രംഗൻ ചേട്ടൻ അതിൻ്റെ സൗണ്ട് ഡിസൈനർ. അപ്പോൾ പുള്ളീൻ്റെ വർക്ക് ഞാനിതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത് മലൈക്കോട്ടെ വാലിബൻ അങ്ങനെയുള്ള വലിയ വലിയ പടങ്ങളാണ്. അപ്പോൾ രംഗൻ ചേട്ടൻ ഒരു പ്രാവശ്യം തന്നെ ഡബിങ് കഴിഞ്ഞ ശേഷം ഒരു പാച്ച് ഉണ്ടെന്ന് പറഞ്ഞ് വിളിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അസോസിയേറ്റ് ആരും ഇല്ലേ, എന്തിനാ രംഗൻ ചേട്ടൻ വരുന്നത്, പുള്ളിക്കാരൻ എന്തിനാ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അപ്പോൾ അസോസിയേറ്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു നോക്കി പുള്ളിനോട്, പക്ഷേ രംഗൻ ചേട്ടൻ പറയണത് അവനിങ്ങോട്ട് വിളിക്കി, എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനിപ്പോൾ ചെന്നൈയിലായിരുന്നു, ആകെ ടെൻഷൻ അടിച്ച് ഞാൻ ഇവിടെ ഡബിങ്ങിന് എത്തിയ ശേഷം ഓൾമോസ്റ്റ് ചേട്ടാ വല്ല കറക്ഷൻസ് ഒരുപാടുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ലടാ ഒരു ചെറിയ പരിപാടി പിടിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ എറിയുന്നൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് ട്രെയിലറിലേക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു സൗണ്ട് ഒന്നുകൂടെ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് തന്നെയല്ല ഞാൻ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, ഇതിലിപ്പോൾ എന്താ വലിയ വ്യത്യാസം എന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. പിന്നെ അത് ട്രെയിലർ കണ്ട സമയത്താണ് അത് മനസ്സിലായത്. അതിൻ്റെ ആ ത്രോ ചെയ്യുന്ന സമയത്ത് ആ സൗണ്ടും കൂടെ ട്രാവൽ ചെയ്യും, അതിങ്ങനെ കട്ടായി എവിടെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിൽസ് അടങ്ങാൻ രംഗൻ ചേട്ടൻ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് നമ്മൾ കേൾക്കാത്ത കുറേ സൗണ്ട്സ് ഉണ്ടാവും. ഈ ട്രൈബ്സിൻ്റെ സൈഡിൽ അവർ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ്, ആ കാട്ടിനകത്ത് കുറച്ച് മൃഗങ്ങളുടെ സൗണ്ട്, അല്ലെങ്കിൽ ഇവർ നടന്നു പോകുന്ന കുറേ സൗണ്ട്സ് ഇവർ അവിടെ നിന്ന് ലൈവായിട്ട് എടുത്തിട്ട് വന്നിട്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. അതേപോലെ നമ്മൾ ട്രെയിലറിൽ കേട്ട പാട്ട്, ലാംഗ്വേജ് ഒന്നും നമ്മൾ പുറത്തുനിന്ന് നമ്മുടേതായ രീതിയിലൊന്നും ചെയ്തിട്ടില്ല. അവരുടെ അടുത്ത് ചോദിച്ച് അവിടുത്തെ കൾച്ചർ എന്താണ്, അവരുടെ ഡയലോഗ്സ് എന്താണ്, അവരുടെ പാട്ട് എന്താണ്, ഇതൊക്കെ തന്നെയാണ് നമ്മൾ പിടിച്ചേക്കുന്നത്. സോ അതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതിലുള്ള എല്ലാ ടെക്നീഷ്യൻസും എല്ലാം ആർട്ട്, കോസ്റ്റ്യൂം, പ്രൊഡക്ഷൻ, പ്രൊഡ്യൂസേഴ്സ് സൈഡ്. എനിക്ക് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സ് നമുക്കൊരു സെറ്റിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പോൾ പ്രൊഡക്ഷൻ സൈഡിൽ ചിലപ്പോൾ പുതിയതായിട്ട് പോകുന്ന ഒരു ആർട്ടിസ്റ്റിനൊക്കെ ഭയങ്കര ഡിസ്കംഫർട്ടായിരിക്കും, പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ നമ്മളെ അവർ നോക്കുമോ, എങ്ങനെ കംഫർട്ട് സോണിൽ വെക്കുമോ, നമ്മൾ അത്രയ്ക്കൊന്നും ആയിട്ടില്ലല്ലോ എന്നുള്ള ചിന്തകളൊക്കെ എനിക്ക് കുറേ സെറ്റിൽ വരാറുണ്ട്. പക്ഷേ നരിവേട്ടയിൽ ഞാൻ പോയി ഇതെല്ലാം ബ്രേക്കായ ഒരു സെറ്റായിരുന്നു നരിവേട്ട. ഇപ്പോൾ വരെ എന്നെ പ്രൊഡ്യൂസേഴ്സ് കയ്യിലിങ്ങനെ കൊണ്ടു നടക്കും, എനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ നീ പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിലുള്ള കിട്ടിയ പ്രൊഡ്യൂസേഴ്സാണ് എനിക്ക്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രൊഡ്യൂസേഴ്സിനെ കാണുന്നത്. സോ പുതിയ പ്രൊഡക്ഷൻ ആയിട്ട് ഇന്ത്യൻ സിനിമാ കമ്പനി എന്നുള്ളൊരു പ്രൊഡക്ഷനിൽ ഇനി നല്ല നല്ല സിനിമകൾ വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റ്, സിനിമ കഴിഞ്ഞിട്ട് ഞാൻ എല്ലാവരെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത്രയും കൂട്ടായ്മയായിട്ട് വർക്ക് ചെയ്ത ഒരു സിനിമയെ കുറിച്ച് പറയും തോറും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കുറേ ഇൻ്റർവ്യൂസിൽ ടൊവിനോയും ഡയറക്ടറും ഒക്കെ പറഞ്ഞായിരുന്നു, ഒരു ദിവസം ഷൂട്ടിന് വന്നപ്പോഴത്തേക്കിന് ടീമിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ചിട്ട് മാനിൻ്റെ ബ്ലഡ് ആയിരിക്കും എന്ന് പറഞ്ഞുള്ള അത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരുന്നപ്പം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. കുറേ ദിവസം എനിക്ക് ആ സ്പേസിന് പേര് ഞാൻ മറന്നുപോയി. അത്രയും റിസ്കി ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഈ പ്രണവ് ആക്ച്വലി കഥ ആദ്യം കേട്ടു, ഇപ്പം റിയൽ ഇൻസിഡൻറ്റിൽ നിന്ന് ബേസ് ചെയ്തിട്ടുള്ള കഥ. നമുക്കത് കേട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ് ഇതിലേക്കൂടെ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആ ഒരു സ്റ്റോറി ലൈൻ കേട്ടു, അവിടെ നിന്ന് ഇത്രയും റിസ്ക് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലേക്ക് എത്തി. സോ ആ ഒരു അതെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്കത് എങ്ങനെ അതിലേക്ക് എത്തിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷെ ആ ഒരു സ്റ്റോറി കേട്ട ഒരു ഇമോഷണൽ ട്രാക്ക് പ്ലസ് ഈ ഒരു ലൊക്കേഷൻ, റിസ്കി ആയിട്ടുള്ള ലൊക്കേഷൻ, ഇത് രണ്ടുമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സ്റ്റോറിയിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആദ്യം ഇവർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി റൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓഡിഷൻ കഴിഞ്ഞ് നമുക്ക് നോക്കാടാ എന്ന് പറഞ്ഞ് അനു ചേട്ടനെ പറഞ്ഞു വിട്ട സമയത്ത് എനിക്ക് തീരെ താല്പര്യമില്ല അവിടെ നിന്ന് പോകാൻ. ദൈവം ഇനി പോയ സെഷന് വേറെ ആരെങ്കിലും വന്ന് അഭിനയിച്ചു. കാരണം ഈ ഒരു ക്യാരക്ടർ ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത് റിജക്റ്റ് ആയി പോയ ക്യാരക്ടറാണ്. അവരെന്നോട് പറയുന്നുണ്ട് ഇത് ഒരുപാട് പേര് ഓഡിഷൻ ചെയ്ത് പോയ ക്യാരക്ടറാണ് കേട്ടോ, അപ്പോൾ നിങ്ങളിനി ചെയ്തിട്ട് പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം എന്ന് പറയുന്ന സമയത്ത് കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരു മൂഡിലാണ് ഞാൻ പോകുന്നത്. ബട്ട് എനിക്ക് എൻ്റെ ഇന്നർ തോട്ട്സ് എനിക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ക്യാരക്ടർ നമ്മളെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും. ഞാൻ കാരണം അതുപോലെ ഫോട്ടോഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ലോ ആയിട്ടുള്ള ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ്സ് എനിക്ക് നല്ലപോലെ അറിയാൻ പറ്റും. ഞാൻ കാരണം അത്രയും ആൾക്കാരുടെ കൂടെ ഞാൻ ഇടപഴകി വന്നിട്ടുണ്ട്. ചെന്നൈയിലാണെങ്കിലും നമ്മൾ ട്രൈ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ടാണെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള പീപ്പിൾസിൻ്റെ കൂടെ ഇടപഴകി അവരുടെ ഇമോഷൻസ് ഗേദർ ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിലൂടെ ട്രാവൽ ചെയ്ത് പോകുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്. അപ്പോൾ ഈ ക്യാരക്ടർ കിട്ടിയ സമയത്ത് എനിക്ക് എന്തായാലും അറിയായിരുന്നു ഇതെന്നെ കൊണ്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് ഞാൻ അനു ചേട്ടനോട് പറയുമായിരുന്നു, അനു ചേട്ടാ പ്ലീസ് വിശ്വസിച്ചാൽ മതി, ഞാനത് പുൾ ഓഫ് ചെയ്യും എന്നൊരു മെസ്സേജ് മാത്രമേ ഞാൻ ഇട്ടുള്ളൂ, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് പുള്ളി ഒരു മെസ്സേജ് ഇട്ടു. അതിനുശേഷം പിന്നെ സെക്കൻഡ് ഷെഡ്യൂളിലാണ് നമ്മുടെ പരിപാടി വയനാടൊക്കെ പിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ ട്രക്കിയൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് വീണ്ടും കോൾ വരുന്നത്. ഒരു മാസത്തോളം എന്നിട്ട് തീ തെറ്റിച്ചു, വിളിക്കുമോ ഇല്ല എന്നുള്ളത് അറിയാതെ.
അപ്പോൾ പിന്നെ അതിനുശേഷം വിളിച്ചു, വീണ്ടും പോയി ഞാൻ ഒരു സീക്വൻസ് ഒരെണ്ണം എനിക്ക് തന്നു, ഞാനത് പെർഫോം ചെയ്ത് കാണിച്ചു. അപ്പോൾ നമുക്ക് പരിപാടി പിടിക്കാടാ, നീ ഓൾമോസ്റ്റ് ഓക്കെ ആണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നിനക്കൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയുന്നുണ്ട്, നമുക്ക് പിടിക്കാമെന്ന് പറഞ്ഞ സമയത്താണ് എനിക്ക് സമാധാനമായത്. പിന്നെ എനിക്ക് വരുന്നത് ഷൂട്ടിംഗ് ഡേറ്റ്സ് ആണ്. അങ്ങനെ ഒരു നല്ല ട്രാവലോടുകൂടെ നരിവേട്ട എത്തി. പിന്നെ ഈ ലൊക്കേഷൻ്റെ കാര്യം, ലൊക്കേഷനിൽ രാത്രിയാണെങ്കിൽ വയനാട് ഓൾവേസ് ചില്ലാണല്ലോ, അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്ത സമയത്ത് രാത്രിയൊക്കെ ആകുന്ന സമയത്ത് നല്ല തണുപ്പുണ്ടാവും. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വരും, അവരും അത്രയും സ്ട്രഗിൾ ചെയ്താലും അവർക്ക് ഇഷ്ടമാണ് ആ പ്രോസസ്സ്. പുതിയതായിട്ട് അവർ കാണുക, അവർ ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, അവർ ഒറിജിനൽ അവരുടെ ട്രൈബ്സ് പീപ്പിൾസ് ആണ്. പിന്നെ പോലീസായിട്ട് വന്നവരും അധികം സിനിമയിലൊന്നും അഭിനയിക്കാത്ത അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ ആയിട്ടാണ് വന്നത് അവർ. അപ്പോൾ അവരെല്ലാവരും നമുക്ക് സഹകരിച്ചുകൊണ്ട് രാവിലെ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് പെട്ടെന്ന് മഴ വരും, ഫൈറ്റൊക്കെ ആയിരിക്കും എടുത്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം പോലീസ് യൂണിഫോമാണ്, സോ അഴുക്കാകരുത്, കണ്ടിന്യൂറ്റി നോക്കണം. അപ്പോൾ നമ്മൾ ക്രിക്കറ്റ് പിച്ച് കവർ ചെയ്യണ പോലെ വലിയൊരു ഷീറ്റൊക്കെ കൊണ്ടുവന്ന് കവർ ചെയ്യും, വീണ്ടും ഓടും, അതിൻ്റെ കൂടെ ഇവരെല്ലാവരും സഹകരിക്കും, ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ളൊരു മൂഡായിരുന്നു ശരിക്കും. അത് ഷൂട്ട് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭയങ്കര ഇമോഷണലായി. എങ്ങനെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത് എന്ത് ചെയ്യും, ഇതോടുകൂടെ തീരുവാണോ എല്ലാം എന്നുള്ള തോട്ട്സൊക്കെ വന്നു. അങ്ങനെയുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. പിന്നെ ലൊക്കേഷനിൽ നമുക്ക് യാതൊരു ശല്യം നാട്ടുകാരുടെ സൈഡിൽ നിന്നും ഉണ്ടായിട്ടില്ല. അവരെല്ലാവരും വന്ന് ഭയങ്കര എനർജി ആയിട്ട് തന്നെ ഈ ഷൂട്ടൊക്കെ കാണും. ടോയ് ചേട്ടനെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എല്ലാവരും വരും. അതുപോലെ ടോയ് ചേട്ടനും എല്ലാവരോടും ഫോട്ടോ ഒക്കെ എടുപ്പിച്ച് എല്ലാവരെയും കംഫർട്ട് സോണാക്കി. വയനാട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് നരിവേട്ട എന്ന് പറഞ്ഞാൽ ടോട്ടലി വയനാട്ടിനും അറിയായിരുന്നു. ഞങ്ങൾ എല്ലാ സ്ഥലത്തും പോയിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്തായിരുന്നു, ഇൻക്ലൂഡിങ് നമ്മുടെ ഏതാ 900 കണ്ടി ആ സൈഡൊക്കെ പോയി. നമ്മൾ അവിടെയൊക്കെ ഫ്ലഡൊക്കെ ഇതൊക്കെ വന്ന് നാശമായി കിടന്ന സ്ഥലമായിരുന്നു. നമ്മളായിട്ട് നിയർ ബൈ ആയിട്ടൊക്കെ നമ്മൾ പോയി ഷൂട്ട് ചെയ്തു. അവിടെയുള്ള പീപ്പിൾസിൻ്റെ ഒരു ഇമോഷണൽ ഇതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റി. മൊത്തത്തിൽ ഭയങ്കര ഇമോഷണലും ഭയങ്കര ബ്യൂട്ടിഫുള്ളും നല്ല ഒന്നും മനസ്സിൽ വെക്കാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പീപ്പിൾസാണ് വയനാട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഭയങ്കര ഒരു പുതിയ അനുഭവമായിരുന്നു എനിക്ക്. എപ്പോഴും ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സെറ്റിനകത്തായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര വെയിലായിരിക്കും. ചെന്നൈയിൽ എപ്പോഴും ആ ഒരു ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു നോർമൽ പാറ്റേൺ ഉണ്ടാവും, രാവിലെ പോകുന്നു, വെയിലും ഇതൊക്കെ കൊണ്ടുവന്നു വരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഭയങ്കര ബ്രീസി ആയിട്ട് രാത്രി 2 മണി വരെ ഷൂട്ട് ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞാലും ഓക്കെ ഏട്ടാ അത് വെളുക്കുന്നവരാണെങ്കിലും പോവാം, റെഡിയാണ് എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു മൂഡായിരുന്നു ഇവിടെ. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഇപ്പം സിനിമയുടെ റിലീസിന്റെ ഭാഗമായിട്ട് തന്നെ ഒരു പ്രൊമോ സോങ്ങും കൂടെ ഇപ്പം വേടൻ്റെ ഒരു പാട്ടും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഒരു പാട്ട് തന്നെയായിരുന്നു. അത് കണ്ടപ്പോഴും പാട്ട് കേട്ടപ്പോഴും എനിക്ക് തോന്നിയതും പലരോടും ഉള്ളൊരു മറുപടി ആയിട്ടും കൂടെ ആയിരുന്നു. പ്രണവിനെ സംബന്ധിച്ച് എങ്ങനെയായിരുന്നു? ആ പ്രൊമോ സോങ്ങിന്റെ ഷൂട്ടിനും പ്രണവ് അവിടെ ഉണ്ടായിരുന്നു, ലൈവായിട്ട് കാണുന്നുണ്ടായിരുന്നു, പാട്ട് കേട്ടതാണ്. അതിന്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ പലർക്കുമുള്ള ഉത്തരം എന്നതിനേക്കാളും നമ്മളൊരു സിനിമയിലൊരു സോങ് ചെയ്യാന്നുണ്ടെങ്കിൽ ആ കഥയിൽ എന്താണോ കഥയോടനുബന്ധപ്പെട്ട മാതിരിയായിരിക്കും നമ്മളെ ലിറിക്സും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ആ സോങ്. ഇതും അതുപോലെ തന്നെയാണ്. ഈ കഥയുടെ പശ്ചാത്തലം എന്താണോ നോക്കിയിട്ടാണ് നമ്മൾ ലിറിക്സ് അതിൽ വർക്ക് ചെയ്തതും ഇതിൽ മ്യൂസിക് ചെയ്തതും അതിൽ പ്രൊമോ ഷൂട്ടായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തതും. പിന്നെ എപ്പോഴത്തേയും പോലെ വേടൻ്റെ ഒരു ഫയറായിട്ടുള്ള ഒരു സാധനം നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ വേടൻ്റെ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗൂസ് ബംസ് തന്നെയാണ് ഇതിലും നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടിയത്. ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ഒരു റെക്കോർഡറിൽ നമ്മൾ പ്ലേ ചെയ്ത് പോകുന്ന സമയത്തും നമുക്ക് ആ ഒരു വൈബ് കിട്ടി. പിന്നെ വേടൻ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂളായിട്ട് എല്ലാ മക്കളെയും സ്നേഹിക്കുന്ന, മക്കളെ എന്ന് വിളിക്കുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നുള്ളത്. സോ അങ്ങനത്തെ ഒരു പേഴ്സണായിരുന്നു പുള്ളി. ഈ സിനിമ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരുന്നു, ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. എൻ്റെ കരിയറിനെ എങ്ങനെ മാറിപ്പോകും എന്നുള്ളത് പുള്ളിക്ക് ആ സിനിമ കണ്ടപ്പോൾ മനസ്സിലായി. പുള്ളി എന്നെ ഹഗ് ചെയ്തു, ഒരുപാട് സംസാരിച്ചു. നല്ല എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. ഒരു ദിവസം ഫുള്ള് എനിക്ക് പുള്ളിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് ആക്ച്വലി പ്രൊമോ ഷൂട്ടിലൊന്നും നമ്മളെ വിളിക്കുക എന്നുള്ളത് അറിയില്ലായിരുന്നു. പെട്ടെന്നുണ്ടായിരുന്ന ഒരു പ്ലാനായിരുന്നു. അൻഡോ ചേട്ടൻ്റെ ഡിസിഷൻ തന്നെയാണ്. സജീദ് ഒക്കെയാണ് നമുക്കിത് ഡയറക്റ്റ് ചെയ്ത് തന്നത്. ആൻഡ് സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു കൊറിയോഗ്രാഫറാണ് നമുക്ക് കൊറിയോഗ്രാഫ് ചെയ്തത്. ആടു പൊന്മയിലെ സോങ് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിലെ കൊറിയോഗ്രാഫർ തന്നെയാണ് അത് കൊറിയോഗ്രാഫ് ചെയ്തത്. പിന്നെ ഇതിൽ ആര്യച്ചിയും ഞാനും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ട്രൈബ്സും പോലീസൊക്കെ ഉള്ളൊരു പരിപാടിയാണ്. നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്, നല്ല ക്വാളിറ്റി ആയിരുന്നു. ആൻഡ് 1 ഡേയിൽ ഒരു 3.5 മിനിറ്റ്സിൽ ഒരു സോങ് ഇവർ എങ്ങനെ ഷൂട്ട് ചെയ്യും, അത് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചേക്കുന്ന ക്വാളിറ്റി ആയിട്ടുള്ളൊരു ട്രെയിലറിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു മൂവിയുടെ കൂടെ എങ്ങനെ ഇത് പ്ലേസ് ചെയ്യും എന്നുള്ളൊരു ഡൗട്ടൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ബട്ട്
ആ വർക്ക് ചെയ്തതിൻ്റെ സ്പീഡും ആ ഒരു ഔട്ടും ഞാൻ കണ്ടപ്പോൾ ഐ എം കംപ്ലീറ്റഡ്. ഓക്കെ, ഇവർ പണി അറിയാവുന്നവർ തന്നെയാണ്. ഇത് അവസാനം തീർന്നു പോകുന്നവരെയും ഇങ്ങനെയുള്ള ടെക്നീഷ്യൻസ് തന്നെയാണല്ലോ ഇതിലേക്ക് വന്ന് എത്തുന്നത് എന്നുള്ളൊരു സന്തോഷം ഒരുപാടുണ്ടായിരുന്നു. എൻ്റെ സജീക്ക അനുരാഗ് ചേട്ടൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, ലിജോ ചേട്ടനൊക്കെ ക്ലോസ് ഫ്രണ്ടാണ്. ഞാൻ ഒരുപാട് പുള്ളീനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത്, കാരണം എനിക്ക് പുള്ളിയുടെ പല്ലൊട്ടി എന്ന് പറഞ്ഞ പ്രൊജക്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇൻട്രാക്ട് ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അങ്ങനെ സജീക്ക് ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് കണ്ടു, സംസാരിച്ചു. പുള്ളിക്കും ട്രെയിലറൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇപ്പോൾ ഒരു നല്ലൊരു കോൺടാക്റ്റിൽ അങ്ങനെ പോകുന്നു. ഏതായാലും സോങ് നിങ്ങൾ കണ്ടിട്ട് പറയണം എങ്ങനെയുണ്ടെന്നുള്ളത്. എല്ലാത്തിൻ്റെയും ഒരു നല്ലൊരു റിസൾട്ട് തന്നെ 23-ാം തീയതി കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം എൻ്റെ മനസ്സ് പറയുന്നത് ഈ സിനിമ കഴിയുമ്പോഴത്തേക്കിന് ഓൾറെഡി പ്രണവ് ഇപ്പം സിനിമയിൽ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ കഴിയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ പ്രേക്ഷകരിലേക്ക് എത്തി. ഇപ്പം ഇതുവരെ പറയുന്നത് വിക്രമിലെ ആള് എന്നുള്ളത് മാറ്റിയിട്ട് ഇനി നരിവേട്ടയിൽ അഭിനയിച്ച് പ്രണവ് അല്ലേ എന്ന് തന്നെ പറയും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് തന്നെ എത്തും. പിന്നെ എനിക്ക് പേഴ്സണലി തോന്നിയ കേട്ടോ, ഭയങ്കര നോർമലി ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പം നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഗസ്റ്റ് മിക്കപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിക്കില്ലായിരിക്കും. ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇൻട്രപ്റ്റ് ചെയ്യും. എനിക്ക് പ്രണവിൽ നിന്ന് തോന്നിയത് എന്നെ കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് പറയുള്ളത് എനിക്ക് ഭയങ്കര കംഫർട്ടായി. അപ്പം എന്തായാലും എല്ലാത്തിൻ്റെയും നല്ലൊരു റിസൾട്ട് തന്നെ 23-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് തന്നെ ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.